ഹായ്, എൻ്റെ പേര് രേഖ എന്നാണ്. നിങ്ങളിലേക്ക് എനിക്കൊരു കാര്യം എത്തിക്കണമെന്ന് തോന്നി. കാരണം ഞാനത് അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അത് എത്രയോ പേര് ശ്രദ്ധിക്കപ്പെടാതെ ചീറ്റ് ചെയ്ത് പോകുന്നുണ്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു, കുട്ടികൾക്ക് വിഷുവിന്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഏത് കാർഡ് യൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബില്ലൊന്ന് ജസ്റ്റ് റഫായിട്ട് ടോട്ടൽ ചെയ്ത് നോക്കിയായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു 3300 അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ബില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 4000 രൂപയുടെ ബില്ല് വന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. അത്രയും വരാൻ വഴിയില്ലല്ലോ എന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പയ്യനെ ഒന്നും കൂടി നോക്കിയിട്ടാണ് 11 ഐറ്റം എടുത്തിരിക്കുന്നത് മാഡം, ഇത്രയും എമൗണ്ട് വരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങ് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഞാൻ വീണ്ടും കാൽക്കുലേറ്റർ എടുത്തിട്ട് ടാഗിലുള്ള ബില്ല് മൊത്തം ഞാൻ അടിച്ചു നോക്കിയപ്പോഴും എനിക്ക് 3000 തന്നെ വരുന്നുള്ളൂ, 4000 വരുന്നില്ല. അപ്പം ഞാൻ അങ്ങ് എത്തിയപ്പോഴേക്കും വേറൊരു പയ്യൻ വന്നിട്ട് മാഡം ഇങ്ങ് വരും നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ നോക്കിയിട്ട് പറഞ്ഞ എൻ്റെ അടുത്ത് ശരിയാണ്, കറക്റ്റാണ്, 3000 വരുന്നുള്ളൂ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ അവിടെ സെറ്റായിട്ട് ഒരുമിച്ച് പിൻ ചെയ്ത രീതിയിൽ നമുക്കൊരു ഇത് വരും. അതേപോലെ നമ്മൾ സെപ്പറേറ്റും എടുക്കാറുണ്ട്, നിക്കറും ടീഷർട്ടും അങ്ങനെ സെപ്പറേറ്റും എടുക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എടുത്തത് ഞാൻ പെയർ ആയിട്ടുള്ള ഒരുമിച്ചുള്ള സെറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബില്ല് ഒറ്റ ബില്ലേ ഉണ്ടാവുള്ളൂ. ഒരു 400 രൂപ ഡ്രസ്സാണെങ്കിൽ അല്ലെങ്കിൽ 399 രൂപയുടെ ആണെങ്കിൽ അങ്ങനെ ഒരു ബില്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് ട്രയൽ റൂമിൽ ചെന്ന് നമ്മൾ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇത് ഒരുമിച്ച് പിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇട്ട് നോക്കണമെങ്കിൽ ബില്ലിൽ പോയിട്ട് ടാഗ് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇട്ട് നോക്കിയത്. അപ്പോൾ ഇവർ ബില്ലടിക്കുന്ന സമയത്ത് ടാഗിലുള്ള ബില്ലും അടിച്ച് നിക്കറിലുള്ള ബാർകോഡ് വേറെ സ്കാൻ ചെയ്ത്, അങ്ങനെ ആണ് ഇരട്ട എന്ന് വെച്ചാൽ ഡബിളായിട്ടാണ് ബില്ല് വന്നത്. എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു 750 രൂപയുടെ മുകളിൽ എനിക്ക് എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് റഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ വന്നത് അറിഞ്ഞത്, ഇല്ലെങ്കിൽ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ അങ്ങനെ ഡ്രസ്സ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ട്രയൽ റൂമിൽ പോയിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബില്ലടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളെ ചീറ്റാവാനുള്ള സാധ്യത ഉണ്ടാകും. ഇനി അവർ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ അറിയാതെ ബില്ലടിക്കുന്നവർ അറിയാതെ അങ്ങനെ ആവണമെന്ന് എനിക്കറിയില്ല. എന്തായാലും സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കുന്നവർ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ പോകണം നമ്മൾ അറിയില്ല. ഓക്കെ, താങ്ക് യു.